ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും മൂവി സജഷൻസ് ആണ്. ചാനൽ തുടങ്ങി ഇതുവരെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സൈഫൈ മൂവീസിൽ കൈവച്ചിട്ടില്ല എന്നിപ്പോഴാണ് ശ്രദ്ധിച്ചത്. സോ ഇന്ന് നമുക്ക് ആ റൂട്ട് തന്നെ പിടിക്കാം. ആൻഡ് വെറൈറ്റി സിനിമകൾക്ക് പേര് കേട്ട് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് നമുക്ക് അതിനെ അങ്ങ് ക്ലബ് ചെയ്തേക്കാം. 5 വെറൈറ്റി മൂവീസ് നമുക്ക് ഇന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമേ പറയട്ടെ, ആക്ഷൻ, ക്രൈം അല്ലെങ്കിൽ ത്രില്ലർ മൂവീസിൽ കൊറിയൻ ഫിലിംസിന് നിലവിൽ ഹോളിവുഡിന് മേലുള്ള ഡോമിനൻസ് സൈഫൈ ഫിലിംസിലേക്ക് വരുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റുകൾ ഗംഭീരമാവുമ്പോഴും എക്സിക്യൂഷനിൽ പാളിപ്പോകുന്നതാണ് പലപ്പോഴും കാണാറ്. എങ്കിലും കണ്ടിരിക്കാവുന്ന കൂടുതൽ മെച്ചപ്പെട്ട സിനിമകൾ ഇപ്പോൾ വരാറുണ്ട്. അത്തരത്തിൽ 2020 മുതൽ ഇങ്ങോട്ടിറങ്ങിയ 5 രസകരമായ കൊറിയൻ സൈഫൈ ഫിലിംസ് ആണ് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം നമ്മുടെ സ്ഥിരം പാറ്റേണിൽ ഫിലിംസ് നോക്കി തുടങ്ങാം. സ്റ്റാർട്ടിംഗ് ഫ്രം ദ 5th ഫിലിം. ചന്ദ്രനിലേക്കുള്ള സൗത്ത് കൊറിയയുടെ ആദ്യ മാൻഡ് മിഷൻ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിലൂടെ ദാരുണമായ ഒരു ദുരന്തമായി അവസാനിക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മറ്റൊരു ഉദ്യമത്തിനിടെ ആസ്ട്രോനോട്ടായ സുംവു ബഹിരാകാശത്ത് ഒറ്റപ്പെട്ടു പോകുന്നു. ആദ്യത്തേതുപോലെ ഇനിയൊരു ദുരന്തം കൂടെ ആവർത്തിക്കാതിരിക്കാനും സുംവുവിനെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനും നാരോ സ്പേസ് സെന്റർ അതിന്റെ മുൻകാല മാനേജിംഗ് ഡയറക്ടർ ഹിം ജേക് ഹൂക്കിന്റെ സഹായം തേടുന്നു. സൈഫൈ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ സർവൈവൽ ഡ്രാമ ചിത്രത്തിന്റെ പേര് ദ മൂൺ എന്നാണ്. 2023 ചിത്രം എത്തിയത്. വളരെ മികച്ച ഡയറക്ഷൻ, ആക്ടിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നിവയുടെ തയ്യാറാക്കിയിട്ടുള്ള ചിത്രം ധാരാളം ഇന്റൻസ് ആൻഡ് ഇമോഷണൽ സീൻസും ഉള്ളവയാണ്. 2 മണിക്കൂർ കൂടുതൽ വരുന്ന ചിത്രത്തിന്റെ ദൈർഘ്യമാണ് ആകെ ഒരു പോരായ്മയായി തോന്നിയേക്കാവുന്നത്. എങ്കിലും സർവൈവൽ ഡ്രാമ ഇഷ്ടപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ്. നമുക്കിവിടെ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ് എന്നാണ് കണ്ടത്. അപ്പൊ ഇനി 4th ഫിലിം, ഇറ്റേണൽ ലൈഫ് അഥവാ മരണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള പരീക്ഷണങ്ങളുടെ വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളും രഹസ്യങ്ങളും അടങ്ങുന്ന ആദ്യത്തെ ഹ്യൂമൻ ക്ലോണിനെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ചുമതല എക്സ് ഇന്റലിജൻസ് ഏജന്റായ മിൻ ജി ഹ്യൂനാണ്. സിയോബോക്ക് എന്ന പേരുള്ള ഈ ഹ്യൂമൻ ക്ലോണിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കൈക്കലാക്കാൻ മറ്റ് നിഗൂഢ ശക്തികൾ കൂടെ ശ്രമിക്കുന്നതോടെ ജി ഹ്യൂനും സിയോബോക്കിനും പല അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. 2021 റിലീസ് ചെയ്ത ഈ സൈഫൈ ആക്ഷൻ സിനിമയുടെ പേരും സിയോബോക്ക് എന്ന് തന്നെയാണ്. ആക്ഷൻ കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ആക്ഷൻ സീക്വൻസസ് ഒരു മേമ്പൊടിക്കും അതിൽ കൂടുതലായി ഡ്രാമാറ്റിക് മൊമെന്റ്സും ഉള്ള സിനിമയായിട്ടാണ് തോന്നിയത്. എങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തീമും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഡൈനമിക്സും ഒക്കെയായി മടുപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി തന്നെയാണ്. നമ്മുടെ OTT പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റഡായി കാണാത്തത് കൊണ്ട് ചിത്രം കാണാൻ താല്പര്യമുള്ളവർ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം. നമുക്കിനി 3rd ഫിലിം നോക്കാം. മനുഷ്യ ശരീരത്തിനുള്ളിൽ ലോക്ക്ഡായി ജീവിക്കുന്ന ഏലിയൻസിനെയും അവർ ഭൂമി കയ്യേറുന്നത് തടയാനായി മനുഷ്യരും ഹ്യൂമനോയിഡ് റോബോട്ട്സും നടത്തുന്ന പോരാട്ടങ്ങളും വ്യത്യസ്ത ടൈം ലൈൻസിലായി കാണിക്കുന്ന ഒരു ചിത്രമാണിത്. 1380 ആദ്യത്തെ ടൈം ലൈനിൽ ഗോറിയോ ഡൈനാസ്റ്റിയിലെ സന്യാസി യോദ്ധാക്കളുടെ പോരാട്ടവും അമാനുഷിക ശക്തികളുള്ള ഒരു സ്ക്വാഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പിന്നീട് കഥ 2022 വരികയും ഒരു ടൈം ട്രാവലിംഗ് പോർട്ടലിലൂടെ ഈ 2 ടൈം ലൈൻസ് കണക്റ്റഡ് ആകുന്നതും തുടർന്നുള്ള ഫൈറ്റ്സുമാണ് നമ്മൾ കാണുന്നത്. ടൈം ട്രാവൽ, ഏലിയൻ ഇൻവേഷൻ, ഫാന്റസി സ്റ്റോറീസ് അങ്ങനെ പലതരം കോൺസെപ്റ്റ്സ് രസകരമായി ബ്ലെൻഡ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ചിത്രത്തിന്റെ പേര് ഏലിയനോയിഡ് എന്നാണ്. 142 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉണ്ടെങ്കിലും ഒട്ടും മടുപ്പിക്കാതെ കണ്ടിരിക്കാവുന്ന ഏലിയനോയിഡ് മറ്റ് മാർഗങ്ങളിലൂടെ ഒപ്പിച്ച് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ സീക്വലായി സെയിം സ്റ്റാൻഡേർഡിൽ നിർമ്മിച്ച് 2024 എത്തിയ ഏലിയനോയിഡ് റിട്ടേൺ ടു ദ ഫ്യൂച്ചർ എന്ന ചിത്രം പ്രൈം വീഡിയോയിൽ തന്നെ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് മൂവി നോക്കാം. സ്പേസിൽ തകർന്നടിഞ്ഞ ഷട്ടിൽസിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടെ വിക്ടറി എന്ന സ്പേസ് ഷിപ്പിലെ മെമ്പേഴ്സിന് അത്തരത്തിൽ തകർന്നു കിടക്കുന്ന സ്പേസ് ഷട്ടിൽ നിന്നും ഒരു 7 വയസ്സുകാരി പെൺകുട്ടിയെ കിട്ടുന്നു. UTS സ്പേസ് കാർഡ്സ് അന്വേഷിക്കുന്ന മനുഷ്യ രൂപത്തിലുള്ള ഒരു റോബോട്ടാണ് അവൾ എന്ന് തിരിച്ചറിയുന്ന അവർ ഒരു റാൻസം എമൗണ്ട് ഡിമാൻഡ് ചെയ്ത് അവളെ കൈമാറാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നു. വളരെയധികം റിസ്കുകൾ നിറഞ്ഞൊരു ബിസിനസ് ഡീലിനാണ് താങ്കൾ മുതിരുന്നതെന്ന് തുടർന്നുള്ള സംഭവങ്ങളിലൂടെ അവർക്ക് മനസ്സിലാവുന്നു. സ്പേസ് വെസ്റ്റേൺ കാറ്റഗറിയിൽ പെടുത്താവുന്ന 2021 ഇറങ്ങിയ ഈ ചിത്രത്തിന്റെ പേര് സ്പേസ് സ്വീപ്പേഴ്സ് എന്നാണ്. റിലീസ് ടൈമിൽ വമ്പൻ ഹിറ്റായി മാറിയ സ്പേസ് സ്വീപ്പേഴ്സ് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ആദ്യ സ്പേസ് ബ്ലോക്ക് ബസ്റ്റർ ആയാണ് കണക്കാക്കപ്പെടുന്നത്. ക്യാരക്ടർ ഡെവലപ്മെന്റ്സ് കുറച്ച് വീക്കായി അനുഭവപ്പെടുമെങ്കിലും വളരെ ഫാസ്റ്റായി കഥ പറഞ്ഞു പോകുന്ന നരേറ്റീവ് സ്റ്റൈൽ കാരണം ഒരു ഫൺ മൂഡിൽ കണ്ടു തീർക്കാൻ കഴിയുന്ന കുറെ നല്ല മൊമെന്റ്സ് ഉള്ള ചിത്രം തന്നെയാണ്. ആൻഡ് നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇനി ഇന്നത്തെ ഫസ്റ്റ് ഫിലിം കൂടെ നോക്കാം. 1993 പെട്ടെന്നൊരു ദിവസം വളരെ ഭീമാകാരമായ UFOs ഭൂമിയിലെ പ്രധാന നഗരങ്ങളുടെ എല്ലാം പരിസരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതെയും പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെയും വളരെ സമാധാനപരമായി അവ ഒഴുകി നടക്കുന്നു. 29 വർഷങ്ങൾക്കിപ്പുറം 2022 വരുമ്പോഴും വിശദീകരിക്കാനാകാത്ത തരത്തിൽ അവയുടെ സാന്നിധ്യം തുടരുന്നു. എന്നാൽ ചില മനുഷ്യർ അന്യഗ്രഹ ജീവികൾ ആയിരിക്കും എന്ന തരത്തിലുള്ള റൂമേഴ്സും മറ്റും ആളുകൾക്കിടയിൽ പരക്കുകയും ഇത് സൊസൈറ്റിയിൽ ആകമാനം അസ്വസ്ഥത ഉണർത്തുകയും ചെയ്യുന്നു. 80 മിനിറ്റ്സ് മാത്രം ഡ്യൂറേഷനുള്ള ഈ 2022 സൈഫൈ ഡ്രാമയുടെ പേര് അൺഐഡന്റിഫൈഡ് എന്നാണ്. വളരെ ക്യൂരിയസ് ആയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനൊപ്പം ചില ഇൻട്രോസ്പെക്റ്റീവ് തോട്ട്സ് കൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു യൂണിക് ആൻഡ് അപ്സെറ്റ് മൂവിയാണ് അൺഐഡന്റിഫൈഡ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ആയ പരീക്ഷണ ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് കൂടെ പറഞ്ഞു വെക്കട്ടെ. QB TV എന്ന പ്ലാറ്റ്ഫോമിലാണ് ചിത്രം ലഭ്യമായിട്ടുള്ളത്. 2020 മുതൽ ഇങ്ങോട്ട് റിലീസ് ചെയ്ത കൊറിയൻ സൈഫൈ മൂവീസിൽ 5 എണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഈ സെയിം ലിസ്റ്റിൽ തന്നെ പെടുത്താവുന്ന ധാരാളം മൂവീസ് ഇനിയും ഉണ്ട്.
നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് ഫീഡ്ബാക്ക് അനുസരിച്ച് കൂടുതൽ സിനിമകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പരിഗണിക്കുമല്ലോ. അപ്പോൾ എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.